എവരിവൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് പ്രതിഭ ട്യൂട്ടോറിയൽസ് എന്ന സിനിമയിലൂടെ നമുക്ക് മുന്നിലെത്താൻ പോകുന്ന രണ്ട് നായികമാരാണ്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖം. അതെ, വലിയൊരു വിശേഷം വരാൻ പോലെ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഇറങ്ങുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഷുവറായിട്ടും. ഞാൻ അനുപമ, കോഴിക്കോട്ടുകാരിയാണ്. കോഴിക്കോടിന്റെ ഒരു എന്താ പറയാ, ഒരു ആർട്ടിസ്റ്റ്. കോഴിക്കോട് അനുപമ എന്ന് പറയില്ലേ, നമ്മൾ ഇന്ന ആർട്ടിസ്റ്റ് എന്ന് പറയില്ലേ, അങ്ങനെ ആവണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഹായ് തീരണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പ്രതിഭ ട്യൂട്ടോറിയലിൽ എത്തിപ്പെടാൻ സാധിച്ചതിലും ഒക്കെ എന്താ പറയാ, എല്ലാവരോടും ആദ്യം താങ്ക്സ് പറയാണ്. ഞാൻ കോമഡിയാണ് അപ്പൊ നമ്മളുടെ ഈ പ്രതിഭ ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്ന സിനിമയിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ വരുന്നത്? പ്രതിഭ ട്യൂട്ടോറിയലില് കാസ്റ്റ് ചെയ്തപ്പോ സുധീഷ് ചേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു നടനം കൂടിയാണ് സുധീഷ് ചേട്ടൻ എന്ന് പറയുന്നത്. അത് എടുത്തു പറയേണ്ട മൂവി എന്ന് പറഞ്ഞ മണിച്ചിത്രത്താഴാണ്. അപ്പം അതില് ആ മൂവി കണ്ട് നമുക്കൊരു ആരാധന ഉണ്ടാവുമല്ലോ ഒരു നടനോട്. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാളെ ഒരു ഭാര്യയായിട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടുന്നതെന്ന് ഒന്നും നോക്കിയില്ല, വേഗം വന്നു ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ ആ ക്യാരക്ടറിലേക്ക് എത്തിപ്പെടുന്നത്. എന്നെ കാസ്റ്റ് ചെയ്ത് എത്തിപ്പെടുന്നത്. ഓഡീഷൻ അല്ല, അതിന്റെ മുന്നേ ഞാൻ കുറച്ച് മൂവീസ് സ്റ്റാർട്ടിംഗ് ആണ് എന്റെ. അതിന് മുന്നേ കുറച്ച് മൂവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉത്തമി, അങ്ങനെ കുറച്ച് മൂവീസ് ചെയ്തു. അപ്പൊ അതിന് എന്നെ കണ്ടിട്ടാണ് വിളിച്ചത്, ക്യാരക്ടറിനെ വിളിച്ചത്. പിന്നെ അതിന് മുന്നേ ചെയ്തത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മൂവിയാണ്. അതിലും ഒരു അമ്മ ക്യാരക്ടർ ആയിരുന്നു. ഹീറോയിന്റെ നിമിഷയുടെ അമ്മയായിട്ടൊരു വേഷം ചെയ്തിരുന്നു. അപ്പം ആ മൂവി കണ്ടിട്ടാണ് എന്റെ അടുത്ത് ഇതില് സുധീഷേട്ടന്റെ വൈഫായിട്ട് ഒരു ക്യാരക്ടർ ചെയ്യാനല്ല, ആപ്റ്റാണ്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ വന്നു. ഇഷ്ടപ്പെട്ട ആളെ കൂടി ആയതുകൊണ്ട് നമ്മൾ ഇഷ്ടത്തോടു കൂടി വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇഷ്ടത്തോടുള്ള ഒരു ക്യാരക്ടർ ഭാര്യയാണെങ്കിലും നമ്മൾ ഇഷ്ടത്തോടു കൂടിയല്ല ക്യാരക്ടർ ചെയ്യുന്നത്. എപ്പോഴും ഇങ്ങനെ അടികൂടുന്ന ഒരു ഹസ്ബൻഡായിട്ടും വൈഫായിട്ടുമാണ്. എനിക്കൊരു സ്നേഹം കാണിക്കാനെന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതിൽ ഉണ്ടായിട്ടില്ല. എപ്പോഴും അടികൂടുന്ന വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആയിട്ടാണ് അതിൽ നമ്മൾ ക്യാരക്ടറൈസ്. ഇഷ്ടപ്പെട്ട ഒരു നടന്റെ ഒപ്പം ബിഗ് സ്ക്രീനിൽ വരാൻ പറ്റി, അങ്ങനെ മാം എങ്ങനെ അപ്പൊ ആലോചിച്ചൊക്കെ ഒരാളെ ഭാര്യ ഒരാളെ ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ തല്ലുണ്ടോ? ഉണ്ട്, നല്ല അടിയുണ്ട്. എന്റെ അടുത്ത് അടി കിട്ടുന്നുണ്ട് അല്ലേ? ഒരടി കിട്ടുന്നുണ്ട്. അടിയോടെ ആൾക്കാരെ അവിടെ വന്നിരിക്കണത് ഇങ്ങനെ. ഓക്കെ, സിനിമയിൽ അടിയോടുണ്ട്, റിയൽ ലൈഫിൽ നിങ്ങള് സെറ്റിലൊക്കെ അടിയോടെ? ഞങ്ങള് അവിടെ വെച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല. അതുകൊണ്ട് സേഫ് ആയിരുന്നു. അപ്പൊ ഈ ഒരു ക്യാരക്ടർ ഇപ്പൊ അനുപമ മാം ആണെങ്കിൽ പൊന്നുവേട് ഒരുപാട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയി തോന്നി ഇതില് സുധീഷ് ചേട്ടന്റെ വൈഫായി വന്നപ്പോ? ഉണ്ട്, ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഒരു ഭാര്യ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഭാര്യ, ഫാമിലിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഭാര്യ. പിന്നെ ഹസ്ബൻഡ് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ ആ ഒരു ഇഷ്ടം ആക്ട് ചെയ്യാണ് ഹസ്ബൻഡ് എന്റെ അടുത്ത് എന്ന് പറയുമ്പോഴുള്ള എല്ലാം നമ്മളത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഹസ്ബൻഡ് അടുത്ത്. അപ്പൊ കുറച്ചും കൂടെ ഒരു ബോൾഡ് ആയിട്ടും കുറച്ച് സ്ട്രോങ് ആയിട്ടൊക്കെ ചെയ്യാൻ എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ചെയ്യാൻ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇതിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ പറയാ, ഒതുങ്ങിക്കൂടി മിണ്ടാണ്ടിരിക്കുന്ന ഒരു ഭാര്യയല്ല, പ്രതികരിക്കുന്ന ഒരു ഭാര്യയാണ്. പ്രതികരിച്ച് അവസാനം അന്വേഷിച്ചെത്തുന്നൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് എന്റെ അടുത്ത് അടി കിട്ടുന്നത്. ഇൻവെസ്റ്റിഗേറ്റർ കൂടിയാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് അടി കിട്ടും. സ്ട്രോങ് ആയിട്ടുള്ള ഭാര്യയാണ്, നല്ല ക്യാരക്ടറാണ് അത്, നല്ല ക്യാരക്ടർ. അപ്പൊ ഈ മാമിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? ഇതേപോലെ സ്ട്രോങ് ആണോ അതോ ഭയങ്കര വീക്ക്? ഞാൻ ഒരു പ്രണയമാണല്ലോ, കോളേജിനകത്തുള്ള പ്രണയം. ഓ, അപ്പൊ ആള് ഭയങ്കര സ്വീറ്റ് ആയിട്ടൊരു ടൈപ്പ് ക്യാരക്ടർ ആണല്ലേ? സ്ട്രിക്ട്നെസ് ഒക്കെ ഉണ്ടല്ലോ.